ആരാ ചായ പോകുന്ന? ബാക്ക് കണ്ടു പറയുകയാണെങ്കിൽ ഒരാളെ പറയാം. ആ ലൈറ്റ് ബ്രൗൺ സാരി എന്റെ ഭാര്യ സിസിലിയ. ഉറപ്പാ? സിസിലി ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാം. വരുന്നോ? ഞാൻ അമ്മയെ കണ്ടിട്ട് വരാം. ആനിയമ്മേ. പാട്ടാ കേൾക്കുന്നത് എന്ത് രസമാണ്. ഇന്നത്തെ കുർബാനയിൽ അച്ഛന്റെ പ്രസംഗം നന്നായിരുന്നല്ലേ? പോത്ത് മേടിക്കണ്ടേ? ഉന്നച്ചന്റെ സെലക്ഷൻ നന്നായിട്ടുണ്ട്. ഈ സാരി ഒടുന്നു മേടിച്ചതാ. ഇത് പിന്നെ കോയമ്പത്തൂർ അവിടെ ഒരു വലിയ കടയുണ്ട്, നല്ല സെലക്ഷൻ. നിങ്ങൾ നടന്നോ. ശരി. എന്താ ഈ സാരി എവിടുന്ന? ഡയർ പെർഫ്യൂം എവിടുന്ന? ആര് കൊണ്ടുവന്ന? ഇതറിയാൻ വേണ്ടിട്ടാണോ ധൃതി പിടിച്ചു വന്നത്? പറ. ആര് കൊണ്ടുവന്നാലും കാണാനും കേൾക്കാനും ഇതുവരെ ആരും ഇല്ലായിരുന്നല്ലോ. തൽക്കാലം അറിയണ്ട. ആനിയമ്മേ, പാട്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. ബാക്കി എപ്പോഴാ പാടുന്നേ? പാടാം. പള്ളിക്കോറിലൊക്കെ പാടിച്ചു വിടുവോ അച്ഛൻ സാറേ? നോക്കാം. അല്ല, ഞാൻ ചോദിച്ച പറഞ്ഞില്ല. എന്താ ആകാംക്ഷ? ഇതെന്റെ ജോസ്മോൻ കൊണ്ടുവന്നതാ. അവൻ കൊണ്ടുവരുന്ന ഒന്നും ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ടാ പറയാതെ. ആനിയമ്മയുടെ പാട്ട് ഞാൻ കേട്ടു. കൊച്ചാപ്പന്റെ മോൻ തോമസ് ഊട്ടി അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. ആനിയമ്മയുടെ നമ്പർ ഒന്ന് തരൂ, അവന് കൊടുക്കാനാ. എന്റെ നമ്പർ കൊടുത്താൽ മതി. വേണ്ട, ലാൻഡ് ലൈനിൽ വിളിച്ചാൽ മതി. ആയിക്കോട്ടെ. 2239 ഓക്കെ, ശരി. എന്റെ നമ്പർ കൊടുത്താൽ മതിയായിരുന്നു. അതിൽ വരുന്ന കോളുകളൊന്നും എടുക്കാറില്ലല്ലോ. ഉന്നത സാറേ, ആനിയമ്മ ചേച്ചി വൈറലായി. വയറില്ല? അല്ല, ആനിയമ്മ ചേച്ചിയുടെ പാട്ട് വൈറലായിരുന്നു. ഇന്നിപ്പോ ആ വീഡിയോ കാണാത്തവരായിട്ട് നമ്മുടെ ഇടവകയിൽ ആരുമില്ല. ഇടവകയിലെ താരമല്ലേ താരം. അപ്പൊ ചെലവണ്ടേ? വീട്ടിലൊരുത്തിയുണ്ട്, പാട്ടും പാടൂല, കാണാനും ഭംഗിയില്ല. ഇന്നലെ ഫോൺ ചെയ്തപ്പോ ഞാനാണെന്ന് മനസ്സിലായല്ലേ? മനസ്സിലാവുമല്ലോ. ഇന്നലെ ജേക്കപ്പേട്ടന്റെ മൊബൈലില് പാട്ട് കേട്ടപ്പോ ഞാനാണെന്ന് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലാവുമല്ലോ. പാട്ട് നന്നായിരുന്നു. ഹൗസിംഗ് കോളനിയുടെ വാർഷികത്തിന് ഞാൻ ആ പാട്ട് മുഴുവൻ പാടണമെന്നും പറഞ്ഞ് റീത്താമ്മയ്ക്ക് ഒരേ നിർബന്ധം. ഇയാൾക്കത് മുഴുവൻ അറിയാം? പ്രായം കൂടുന്തോറും ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതുണ്ടാക്കുന്ന ഒരകലം നമുക്കിടയിലും സംഭവിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരുപോലെ വീട്, ബസ്, ഓഫീസ് ഒക്കെ കൂടി ഒരു മടുപ്പാ. ഇതൊക്കെ അതിന് കാരണമായിട്ടുണ്ടാവാം. ജീവിതത്തിൽ ചില കാര്യങ്ങൾക്കൊക്കെ റീടേക്കുകളുണ്ട് അനിയമ്മേ. നിന്റെ ഈ സങ്കടം മാറാനും എൻ്റെ ഈ മടുപ്പ് മാറാനും ഒരു കാര്യം നമ്മൾ തിരിച്ചു പിടിച്ചാൽ മതി. നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ പ്രണയം. ഇനി ഞാനൊരു കാര്യം പറയാം. ശനിയാഴ്ച രാത്രി അച്ചായൻ വീട്ടിലേക്ക് വിളിച്ചില്ലേ? അല്ല, അത് ഹായ്, ഹലോ, ഹൗ ആർ യു? സിറ്റിയിൽ ചുരുണ്ടുകൂടിപ്പോയ എന്നെ ഉണർത്താൻ ആ 3 വാക്കുകൾ മതിയായിരുന്നു. ഒരു സന്തോഷവും എനർജിയൊക്കെ എവിടുന്നോ വന്നതുപോലെ. അതുകൊണ്ടാ ഇന്നലെ പള്ളിയിൽ വന്നപ്പോൾ ജോസ്മോൻ കൊണ്ടുതന്ന സാരി ഉടുത്തതും ഒരുങ്ങിയതുമല്ല. ഞാൻ ഇപ്പോഴും അതിൻ്റെ ഹാങ് ഓവറില്ല. അച്ചായനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കഴുത്തിൽ ഉമ്മ വെച്ച് ആമീന്ന് പതുക്കെ വിളിക്കുന്നതാ എനിക്ക് ഏറ്റവും ഇഷ്ടം.
ചിരിക്കുമ്പോ ഈ വീടൊരു നരകമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് എത്താൻ അധികം ദൂരം ഇല്ലാന്ന്. ഇനി എന്നും ഈ വീട് സ്വർഗായിരിക്കും. നീ ഉറങ്ങുന്നില്ലേ? ഞാനെന്താ ഇവിടെ കിടക്കണേ? നിങ്ങൾ കിടക്കുന്നില്ലേ? എടാ നാണം ഉണ്ടടാ നിനക്ക് ഇവിടെ വന്ന് കിടക്കാൻ? നീ ഒരു പുരുഷനായ കാര്യം നീ മറക്കരുത്. അവിടെ പോയി കിടക്ക. പോയി അവിടെ കിടക്കടാ. നിന്നെ ഇവിടെ ഞാൻ കിടത്തത്തില്ല. പോടാ പോടാ. എന്തേ കിടത്തിയില്ലല്ലേ? ഞാനൊരു വലിയ പുരുഷനായ കാര്യം ഞാൻ അറിഞ്ഞില്ല. ഞാനത് നേരത്തെ അറിഞ്ഞതാ. അതാ വെയിറ്റ് ചെയ്ത്. ചെല്ല്. ഗുഡ് നൈറ്റ് ആമി. എന്റെ ഈശോയെ, അവൾ പറഞ്ഞു കേട്ടോ ആമീന്ന്. അവൾ അറിഞ്ഞു. നാണക്കേടായി. എടി അവൾ നിന്റെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് ഞാൻ എന്തോരം വിളിച്ചിട്ടുള്ള. അന്നൊന്നും അവൾ കേട്ടില്ല. ഇപ്പൊ ഫോണിൽ പറഞ്ഞപ്പോ കേട്ടു. അത്രേ ഉള്ളൂ. യു ഡോണ്ട് വറി. ഓക്കേ. അനിയമ്മേ, ഈയിടെയായിട്ട് ഗ്ലാമർ കൂടുന്നുണ്ടോ എന്നൊരു സംശയം. ഉണ്ടാവും. അതിന്റെ കാരണം എന്താണെന്നറിയോ? പറയൂ. ഭർത്താവിന്റെ സ്നേഹമാണ് ഭാര്യയുടെ സൗന്ദര്യം. ഓ, എവിടെ പോന്നു? അടുക്കളയിൽ ഒരുപാട് പണി ബാക്കിയുണ്ട്. കിടന്നു. കെട്ടിപ്പിടിച്ച് കിടന്നു. കിടക്കാനാ? ഇന്നാ?